സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോഡെക്സ് 3ds മാക്സ് ബിഗിനേഴ്സ് ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 3ds മാക്സിലെ ബേസിക് കുറച്ച് ടൂൾസിനെ കുറിച്ചാണ്. അതായത് റൊട്ടേറ്റ്, സ്കെയില്, പിന്നെ മൂവ് ടൂൾസൊക്കെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. 3ds മാക്സ് 2019 വെർഷനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് മൂവ് ടൂള്, പിന്നെ വരുന്നത് റൊട്ടേറ്റ്, പിന്നെ സ്കെയില്, പിന്നെ അല്ലാത്ത കുറച്ച് സെലക്ടിങ് ടൂളൊക്കെ. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാനിപ്പം ഒരു വ്യൂവിലേക്ക് മാത്രം മാറ്റുകയാണ്. അപ്പം ടൂൾസിനെ കുറിച്ച് മെയിൻ മനസ്സിലാക്കുന്നത് അതാണ് എളുപ്പം. Alt W യൂസ് ചെയ്ത് നമുക്ക് പെർസ്പെക്റ്റീവിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു ബോക്സ് എടുത്ത് വരയ്ക്കുകയാണ് ഫസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മൂവിങ് ടൂളാണ്. ഓക്കെ, മൂവിങ് ടൂള് യൂസ് ചെയ്യാം. ഫസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് ആക്സിസിലായിട്ട് 3 കളറിലായിട്ട് നമ്മുടെ ഒരു ആരോസ് വന്നിട്ടുണ്ട്. സോ 3 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഞാനിപ്പം ഈ സൈഡിൽ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, എങ്ങോട്ട് ഡ്രാഗ് ചെയ്താലും, അതായത് മുകളിലോട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ ആ ഒരു ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് നടക്കും. ഓക്കെ, ദെൻ എക്സ് ആണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ആവും, അതല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ മൂവ് ആവും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുണ്ട്, ഇസഡ് എക്സ്, ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കോപ്പി എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് എക്സ് ഡയറക്ഷനിലോട്ട് മാറ്റി, അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ, ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമ്മുടെ കൈ എടുക്കുകയാണ്, ഷിഫ്റ്റിൽ നിന്നും മൗസ് പോയിന്റിൽ നിന്നും കൈ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും, ക്ലോൺ ഓപ്ഷൻ. ഓക്കെ, അതിനകത്തൊരു 3 ഓപ്ഷൻ ഉണ്ട്, കോപ്പി, ഇൻസ്റ്റൻസ്, അതുപോലെ തന്നെ റെഫറൻസ്. അപ്പം ഞാൻ കോപ്പി യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം എനിക്ക് ഒരു 3 കോപ്പി വേണമെന്ന് വെച്ചു. അപ്പം ഈ ഒരു സ്പേസിങ്ങിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്പേസിങ്ങിൽ ഒരു 3 കോപ്പി ക്രിയേറ്റ് ആവും. ഞാൻ കോപ്പി ക്രിയേറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു, കണ്ടില്ലേ, ഒരു 3 കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരെണ്ണം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 3 കോപ്പി. ഓക്കെ, ഇനി അതല്ല, ഞാൻ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, വൈ ഡയറക്ഷൻ വെച്ചു. എന്നിട്ട് ഇൻസ്റ്റൻസ് യൂസ് ചെയ്യാണ്. ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് ഒരു 3-4 കോപ്പി. ഓക്കെ, നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ കൊടുത്തു. അപ്പോൾ അതും കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, നമ്മളിപ്പം മൂവ് ചെയ്തപ്പോൾ കോപ്പി ഉണ്ട്, ഇൻസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കാം. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ദെൻ മോഡിഫൈ പാനലിൽ ചെന്നിട്ട് ബോക്സ് സെലക്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ലെങ്ത് അതുപോലെ വിഡ്ത്തൊക്കെ ചേഞ്ച് ചെയ്തു. കണ്ടില്ലേ, അതിൻ്റെ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ കോപ്പി എടുത്തത്. അപ്പം ഇതിൻ്റെ ഒന്നും ചേഞ്ച് ആവുന്നില്ല. കണ്ടില്ലേ, പക്ഷേ നമ്മളിവിടെ കോപ്പി ചെയ്തപ്പോൾ ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് കോപ്പി ചെയ്തത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോപ്പി ചെയ്തത്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെയും, ഓക്കെ, നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരുമിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത് സെയിം, നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ചേഞ്ച് വരുത്തിയാൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ അത് ചെയ്തിരിക്കുന്നത്, അതായത് കോപ്പി ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എല്ലാം ഡയമെൻഷൻസ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ മൂവിങ് ടൂളിനെ കുറിച്ച് പറയാനായിട്ട്. സോ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് W ആണ്. അതായത് നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ W യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മൂവിങ് ടൂൾ എനേബിൾ ആവും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടേറ്റിംഗ് ടൂളാണ്. അതായത് നമ്മുടെ കീബോർഡിലെ ഈ ടൈപ്പ് ചെയ്താൽ നമ്മുടെ റൊട്ടേറ്റിംഗ് ടൂൾ എനേബിൾ ആവും. സോ എനേബിൾ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഇങ്ങനൊരു ഒരു സ്പിയർ പോലെ വരും. ഓക്കെ, അപ്പം അതിനകത്ത് കുറേ ആക്സിസ് ഉണ്ട്. ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസ് ആണ്. പിന്നെ ഇവിടെ വരുന്നുണ്ട് റെഡ് കളറ്, അത് എക്സ് ആക്സിസ് ആണ്. പിന്നെ ഗ്രീൻ എന്ന് വരുന്നത് നമ്മുടെ വൈ ആക്സിസ് ആണ്. അപ്പം നമുക്ക് അത് ഇഷ്ടമുള്ള ആക്സിസിൽ അവിടെ ഒരു ബ്ലൂ കളറിൽ കാണാം ഏത് ആക്സിസ് ആണെന്ന്. ഓക്കെ, അതെല്ലാം ഞാൻ ഈ ഒരു ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേറൊരു ആക്സിസ് ഉണ്ട്, അതായത് നമ്മുടെ വൈ ആക്സിസ്. ആ ആക്സിസിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് എല്ലാം ബേസ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, ആ ഒരു സെൻറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതും നിങ്ങൾക്ക് കോപ്പി എടുക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഷിഫ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ കോപ്പി ആയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻസ് വെച്ചിട്ട് ഒരു 3 കോപ്പി പ്ലേസ് ചെയ്തു, കണ്ടില്ലേ.
നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്. സോ ആ ഒരു ഷേപ്പിൽ നമ്മളിപ്പം എങ്ങനെയാണോ കോപ്പി എടുത്തിരിക്കുന്നത്, ഓക്കെ, ആ ഒരു റൊട്ടേറ്റ് വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാണ്. എല്ലാത്തിൻ്റെയും ഞാൻ ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റൊട്ടേറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുക, W എന്ന് പറയുന്നത് നമ്മുടെ മൂവ് ടൂള്, E എന്ന് പറയുന്നത് നമ്മളുടെ റൊട്ടേറ്റിംഗ് ടൂള്. ഓക്കെ, ഈ യൂസ് ചെയ്താൽ അത് പ്ലേസ് ആവും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഇവിടെ 3 ആക്സിസ് ആണ് മെയിൻലി കണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും പുറമെ ഒരു ആക്സിസ് കാണാം, കണ്ടില്ലേ? ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഏത് വ്യൂവിലാണോ, അതിപ്പം ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു വ്യൂവിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ ഈ ഒരു വ്യൂവിലേക്ക് വന്നിട്ട്, അതായത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. സോ ആ ഒരു വ്യൂവിൽ അത് റൊട്ടേറ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, W എന്ന് പറയുന്നത് മൂവ്, E എന്ന് പറയുന്നത് റൊട്ടേറ്റ്. അപ്പോൾ ഞാൻ R യൂസ് ചെയ്തിട്ട് സ്കെയിലിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. പുതിയൊരു ഒബ്ജക്റ്റ് നമുക്ക് വരയ്ക്കാം, ബോക്സ് തന്നെ വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഞാനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ദെൻ R യൂസ് ചെയ്ത് നമുക്ക് എനേബിൾ ആയിട്ടുണ്ട്, നമ്മുടെ സ്കെയിലിംഗ് ടൂൾ എനേബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് 3 ഡയറക്ഷൻ ഉണ്ട്. Z ഡയറക്ഷനിൽ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം, അതല്ല എങ്കിൽ X ഡയറക്ഷനിൽ ചേഞ്ച് ആക്കാം, സോ അതല്ലെങ്കിൽ Y ഡയറക്ഷനിൽ ചേഞ്ച് ആക്കാം. ഇതൊന്നും അല്ല എങ്കിൽ Z Y ആക്സിസ്, അതുപോലെ തന്നെ X Y, അതല്ലെങ്കിൽ X Z, ഇങ്ങനെ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നമുക്കതിനെ സ്കെയിൽ ചെയ്യാം. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് സെൻറ്ററിൽ മാത്രം വരികയാണെങ്കിൽ, ഓക്കെ, സെൻറ്ററിൽ മാത്രം വരണമെങ്കിൽ അതിനകത്ത് കണ്ടില്ലേ, അപ്പം ഇങ്ങനെയും ചേഞ്ച് ചെയ്യാം. ഇതല്ല എങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രസ് ചെയ്തിട്ട് ഇവിടെ 3 ഓപ്ഷൻ വരും. അപ്പോൾ 3 ഓപ്ഷനിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, നേരത്തെ നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലായിരുന്നു. അതായത് യൂണിഫോമായിട്ട് നമ്മുടെ എല്ലാ സൈഡും യൂണിഫോമായിട്ട് സ്കെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിലും Z, അതല്ലെങ്കിൽ Y, X. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പം, അതായത് നമ്മൾ ഇതിനകത്ത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനായിരുന്നു. സോ അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്തപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ X ഡയറക്ഷനിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതായത് X ഡയറക്ഷനിലുള്ള ചേഞ്ച് നേരത്തെ നമ്മൾ ചെയ്തപ്പം Xും Yയും, നമ്മൾ X ചെയ്യുന്നതിനനുസരിച്ച് Yയും ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. സോ ഇവിടെ അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് Y ആണെങ്കിൽ Y മാത്രം. അടുത്ത് നമുക്ക് കുറച്ച് സെലക്ഷനൊക്കെ നോക്കാം. സോ ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ദെൻ ഞാൻ ഇവിടെ ബോക്സ് വരയ്ക്കുകയാണ്. ഒരു ബോക്സ് വരച്ചു. നെക്സ്റ്റ് ഒരു ബോക്സ് കൂടെ വരച്ചു. ദെൻ നമ്മുടെ ഷേപ്സിൽ വന്നിട്ട് ഞാൻ ഒരു സർക്കിളും വരച്ചു. ഓക്കെ, ഇപ്പം ഇങ്ങനെ 3 ഐറ്റം ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു സെലക്ഷൻ ടൂളുണ്ട്. ഓക്കെ, സെലക്ട് ഒബ്ജക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഇത് 3, അതായത് ഈ 3 എണ്ണവും സെലക്റ്റായി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഓൾ എന്നല്ല കിടക്കുന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പം കുറേ ഓപ്ഷൻസ് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പം എൻ്റെ വ്യൂവിൽ ജിയോമെട്രി ഉണ്ട്, അതുപോലെ തന്നെ ഷേപ്സ് ഉണ്ട്. ഇത് ജിയോമെട്രിയും നമ്മുടെ ഇത് ഷേപ്സുമാണ്. ഓക്കെ, അപ്പം അത് രണ്ടും സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിനാണ് ഓൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ വ്യൂവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ഓൾ കൊടുക്കാം. അതല്ല എങ്കിൽ ജിയോമെട്രി മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ജിയോമെട്രി സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് ചെയ്താൽ നമ്മുടെ ജിയോമെട്രി മാത്രമേ സെലക്ട് ആവൂ, ഷേപ്പ് സെലക്ട് ആവില്ല. ഓക്കെ, ഇനി അതല്ല എങ്കിൽ ഷേപ്പാണ് വേണ്ടതെങ്കിൽ വരച്ചു കൊടുക്കുക. നിങ്ങൾ ഏതൊക്കെ സെലക്ട് ചെയ്താലും അതിനകത്ത് ഏതൊക്കെ ഷേപ്പ് ഉണ്ടോ അത് മാത്രമേ സെലക്ട് ആവൂ. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ അതിനകത്ത് ലൈറ്റ്സ് ഉണ്ടെന്ന് വെക്കുക. എന്തെങ്കിലും ഒരു ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ലൈറ്റ്സ് മാത്രമേ സെലക്ട് ആവൂ. ഇത് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഫിൽറ്ററിങ് ഓപ്ഷനാണത്. ഓക്കെ, ഞാൻ ഓൾ തന്നെ സെലക്ട് ചെയ്തു, ദെൻ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാം സെലക്ട് ആവും. ഷേപ്പാണ്, ലൈറ്റാണ്, എന്താണെങ്കിലും ഓൾ ടിക്ക് ചെയ്താൽ നമുക്ക് എല്ലാം സെലക്ട് ആക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ നെയിം വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറൻറ്റ് വ്യൂവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണിക്കും. ഇപ്പോൾ ബോക്സ് ഉണ്ട്, 2 ഉണ്ട്, 2 ബോക്സ് ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. ഞാൻ ഈ I എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡിസപ്പിയർ ആവും. അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. നമുക്ക് ലെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ലെയറൊക്കെ ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഞാൻ ഐ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പം അത് വീണ്ടും അപ്പിയർ ആയി. ഇനി അതല്ല എനിക്ക് രണ്ടാമത്തെ ബോക്സാണ് വേണ്ടെങ്കിൽ അത് ഡിസപ്പിയർ ആക്കി. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ഈ ലിസ്റ്റിനകത്ത് എന്തൊക്കെ കാണിക്കണം, ഇതിനകത്ത് ലൈറ്റ്സ് കാണിക്കണോ, അല്ലെങ്കിൽ ക്യാമറ കാണിക്കണോ, അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്തൊക്കെ കാണിക്കണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ളതാണ് ഈ ഓപ്ഷൻസ്. ഇനി എൻ്റെ അകത്ത് ഷേപ്സ് വേണ്ട എങ്കിൽ ജസ്റ്റ് അണ്ടിക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷേപ്സ് പോവും, അതിനകത്ത് ജിയോമെട്രി മാത്രമായിട്ട് കിടക്കും. അതല്ല ജിയോമെട്രിയും വേണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷേപ്പ് മാത്രം വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്താൽ അത് അവിടെ അപ്ലൈ ആയി കിട്ടും. ക്യാൻസൽ. അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ റെക്റ്റാങ്കിൾ സെലക്ട് റീജിയൻ. ഏതെങ്കിലും റീജിയൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല എങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട്, വിൻഡോ ക്രോസിങ്സ്. ഇതെന്ന് പറയുമ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പം അവർ തന്നെ കാണിക്കുന്നുണ്ട് വിൻഡോ ക്രോസിങ്സ്. ക്രോസിംഗ് മോഡ് ഉണ്ട്, ലെഫ്റ്റ് ഇമേജ്. വിൻഡോ മോഡ് ഉണ്ട്, റൈറ്റ് ഇമേജ്. അതായത് നമുക്ക് ഇപ്പം ഞാൻ ഇത്രയും സെലക്ട് ചെയ്തെന്ന് വെച്ചു, ഇത് 2 സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് തന്നെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ആവുന്നില്ല. അതായത് നമ്മൾ ആ ഫുൾ ഇമേജ് സെലക്ട് ആക്കിയാൽ മാത്രമേ അത് സെലക്ട് ആവൂ. ഓക്കെ, അതല്ല അതിൻ്റെ പോർഷൻ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആവില്ല. അപ്പം നമുക്ക് വീണ്ടും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വിൻഡോ മോഡിലോട്ട് മാറും. സോ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി, അത് സെലക്ട് ആവും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുന്ന ഈ സ്നാപ്പ് ടൂൾസും അതുപോലെ തന്നെ ആംഗിൾ സ്നാപ്പൊക്കെയാണ്. എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ എന്തെങ്കിലും പോയിൻ്റൊക്കെ പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ സ്നാപ്പ് ഓൺ ആവുന്നത് ആ ഒരു ഓപ്ഷന് വേണ്ടിയാണിത്. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ സ്നാപ്പ് വരുന്നുണ്ടല്ലേ, ഒരു യെല്ലോ കളറ് ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അത് ഓഫ് ആക്കുകയാണെങ്കിൽ അത് വരുന്നില്ല. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ സ്നാപ്പ് ഓൺ ആക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിളിലോട്ട് വരുന്നുണ്ട്, കണ്ടോ? സോ ഇതാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, സ്നാപ്പിൻ്റെയൊക്കെ. അപ്പം നമ്മളത് മെയിൻലി യൂസ് ചെയ്യാറുണ്ട് ചില പ്രോജക്റ്റിലൊക്കെ. അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് ബേസിക് ടൂൾസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഇതൊക്കെ മിറർ ചെയ്യുന്നതും അലൈൻ ചെയ്യുന്നതൊക്കെയാണ്, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ബേസിക് ടൂൾസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. അതായത് നമുക്ക് മൂവ് ടൂൾ, റൊട്ടേറ്റ്, അതുപോലെ തന്നെ സ്കെയില്, പിന്നെ സെലക്ഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ടൂൾ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൺഡു, റീൻഡു അതൊക്കെയാണ്. ഓക്കെ, ലിങ്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്ഷൻസാണ്. അപ്പം ഇതൊന്നും വലുതായിട്ട് യൂസ് ചെയ്യില്ല. ഇതൊക്കെ നമ്മൾ കൺട്രോൾ Z അല്ലെങ്കിൽ കൺട്രോൾ Y യൂസ് ചെയ്തിട്ടാണ് അൺഡു, റീൻഡു ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ബേസിക് നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐഡിയ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം, നമ്മുടെ ബേസിക് ടൂൾസിനെ കുറിച്ച് പറയാൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.